ഒരു കൂട്ടം ആൾക്കാരുടെ മനസ്സ് വായിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഇതുവരെ കഴിഞ്ഞ എല്ലാ ഷോസിലും നല്ല റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയ ഷോ കാണാൻ വരുന്നവർ എന്തായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എന്താണ് ഷോയുടെ സ്പെഷ്യാലിറ്റി? ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണല്ലോ ഷോ ചെയ്യുന്നത്, നമ്മൾ പൊളിക്കുമല്ലോ. അതെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഫസ്റ്റ് ഷോ ഒക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെക്ടേഷൻസ് ലെവലിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറയ്ക്കാനുള്ള കുറേ ഇതിങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ പറയും, ആൾക്കാരുടെ അമിത പ്രതീക്ഷകൾ കുറയ്ക്കാന്നുള്ള. പക്ഷേ ഇപ്പോൾ പർപ്പസ്ഫുള്ളി ഈ പറഞ്ഞ പോലെ ഷോയിലുള്ളൊരു വിശ്വാസമുണ്ട്. ബേസിക്കലി നമ്മുടെ ഒരു സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിലുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ പേഴ്സണലി ആസ് എ പെർഫോമർ നല്ല വിശ്വാസം എനിക്ക് കുറച്ചധികം ഉണ്ട്. സംതിങ് ഡിഫറെൻറ്റ് പ്രതീക്ഷ ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് ഇവർ ഈ ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആവുന്നത്. പക്ഷേ സംതിങ് ഡിഫറെൻ്റ് അല്ല, സംതിങ് സ്പെഷ്യൽ ആൻഡ് സംതിങ് ക്ലോസ് ടു ദ ഹാർട്ട്. അത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട 2 മണിക്കൂറാണ് അവരോട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളത് ആ റെസ്പോൺസിബിലിറ്റി ഞാൻ പേഴ്സണലി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും അവിടെ കിട്ടും. പിന്നെ 2, സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ കളക്റ്റീവ് ഇമോഷണൽ സിങ്ക്രണൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഇമോഷൻസ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലി കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസിറ്റി ആ ഒരു ഇമോഷൻസിന് അവർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാന്നൊക്കെ പറയില്ലേ. ഒരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ഫോണിലിരുന്ന് സിനിമ കാണുന്നത് നമ്മൾ തിയേറ്ററിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ ഇരുന്ന് കാണുന്നത് തമ്മിലുള്ള വ്യത്യാസമില്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കാണുന്ന സമയത്ത് ഈ പറഞ്ഞ ഇൻഡിവിജ്വലി അതിൻ്റെ ഇമോഷൻസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ ഹൈ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. സ്ക്രിപ്റ്റിൽ നമ്മൾ കുറേ ഇങ്ങനെയുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കുറേ മാറ്റങ്ങളും കുറേ ആഡപ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഷോ നമ്മൾ പൊളിക്കും.